ഈ സമൂഹത്തിൻ്റെ മൊത്തം പങ്കാളിത്തമുള്ള ഒരു പ്രതിഭാസമാണ്. അവിടെ വർണ്ണസങ്കരത്തിന് ഇടയാക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അതിന് സമൂഹത്തിന് മൊത്തം ഉത്തരവാദിത്വമുണ്ട്, രാജാവിൻ്റെ അനുമതിയും ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. അതിനെതിരായിട്ട് അതുകൊണ്ടാണ് ഒന്നും ചെയ്യാനൊക്കാത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ചണ്ടാലനെ ഇവിടെ ഭരിക്കാൻ, അവൾക്ക് ഒരു ചണ്ടാലനെ ഭരിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർണ്ണത്തിൽ നിന്നൊരാളെ തിരഞ്ഞെടുത്ത് അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് ചോദ്യം വരും. സ്വയംവരം വയ്ക്കുന്നതിനാണ്. പിന്നെ ഇതിൽ സ്വയംവരം വെച്ചതിന് ഇദ്ദേഹത്തിന് ഒരു സ്വകാര്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. അതിനാണ് നിബന്ധന വെച്ചത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിനകത്തിരിക്കുന്ന ലക്ഷ്യത്തെ ഒരേ സമയത്ത് 5 അമ്പ് ഇത് ഭേദിക്കണം. അത് സാധാരണഗതിയിൽ അർജുനനെ സാധിക്കും. അർജുനൻ പണ്ടത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിളംബരപ്പെടുത്തി കഴിയുമ്പോൾ അർജുനനും പാണ്ഡവന്മാരും എവിടെയെങ്കിലും ഈ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെത്തിച്ചേരാൻ സാധ്യതയുണ്ട്. രാജ്യത്തെല്ലായിടത്തും വിളംബരം ചെയ്തിട്ടുണ്ട്. സാധ്യതയുണ്ട് എന്ന ഉദ്ദേശത്തിലാണ് ഈ സ്വയംവരം വെച്ചിരിക്കുന്നത്. വെറുതെയല്ല. ഇവർ മരിച്ചു എന്ന് പാഞ്ചാലൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവർ ജനിച്ച സമയത്ത് ചില അശരീരികളും മറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അശരീരികളൊക്കെ വെറുതെ വ്യർത്ഥമായി പോകും, അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളായി പോകും ആ അശരീരികളും മറ്റും. അത് പാഞ്ചാലൻ വിശ്വസിച്ചിട്ടില്ല. ഈ അശരീരികളും മറ്റും ഉണ്ടായവരും എല്ലാ രാജാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് അവർ മരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. കൃഷ്ണൻ വിശ്വസിച്ചിട്ടില്ല, ബലരാമൻ വിശ്വസിച്ചിട്ടില്ല, യാദവന്മാർ വിശ്വസിച്ചിട്ടില്ല, ഭീഷ്മദ്രോണന്മാർ തന്നെ വിശ്വസിച്ചിട്ടില്ല. അവർ മരിച്ചുപോയിന്ന്. എവിടെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുന്നതാണ്. അരക്കില്ലത്തിന് തീ പിടിച്ചു. ആര് തീ വെച്ചു എന്ന് അവർക്കറിയാം. തീ വെച്ചു എന്ന് അവർക്ക് അറിയാമെന്നുള്ള വസ്തുത അവർ വെളിപ്പെടുത്തിയിട്ടില്ല. ഭീഷ്മരും വെളിപ്പെടുത്തിയിട്ടില്ല, ദ്രോണരും വെളിപ്പെടുത്തിയിട്ടില്ല. അവർ തമ്മിൽ പോലും ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് അവർ തമ്മിൽ പോലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഇത് വെച്ചതിന് അദ്ദേഹത്തിന് സ്വകാര്യമായ സ്വകാര്യത്തേക്കാൾ സ്വാർത്ഥമായ ഒരു ഉദ്ദേശമുണ്ട്. പാഞ്ചാലിയെ അർജുനൻ വന്ന് വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്നാണ്. എന്തിനാണത്? ദ്രോണർക്കെതിരെ അർജുനനെ തിരിക്കാനാണ്. പ്രധാന ശിഷ്യനെ ആചാര്യനെതിരെ തിരിച്ചു കൊണ്ടുവരാനാണ്. കാരണം ഇവൻ വന്നിട്ടല്ലേ എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയതിൽ പ്രമുഖൻ അർജുനനായിരുന്നു. അവനെ ഞാൻ എൻ്റെ മരുമകനാക്കും എന്നുള്ള ദുഷ്ടവിചാരമാണ്. ആ പ്രതികാര ബുദ്ധി, പക, അടങ്ങാത്ത പക. അതിനാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. അല്ല ചണ്ടാലനും മറ്റുമൊന്നും ഭരിച്ചുകൊണ്ട് പോകാനല്ല. അതറിയാവുന്നതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് പാഞ്ചാലി? കർണനെ ഞാൻ ഭരിക്കില്ല. അല്ല, കർണന് സൗന്ദര്യം പോരാഞ്ഞിട്ടല്ല, കർണന് പൊക്കം പോരാഞ്ഞിട്ടല്ല, മാച്ച് ചെയ്യാഞ്ഞിട്ടല്ല, ചൊവ്വാദോഷം ഉണ്ടായിട്ടല്ല. അതറിയാം. അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുകയാണ് പ്രതികാര ബുദ്ധിയുള്ള മകള്. ദ്രോണർ തകർക്കും എന്നാണ് അവളുടെയും വാശി. അപ്പോൾ അച്ഛൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്, അവരസപുത്രി അല്ലെങ്കിലും. അപ്പം അങ്ങനെ കഥയുടെ പിന്നിൽ ഈ ഒരു ദാർശനികമായ പശ്ചാത്തലമുണ്ട്. ഒരു കറുത്ത ദർശനത്തിൻ്റെ പശ്ചാത്തലം, ഒരു ശ്യാമദർശനത്തിൻ്റെ പശ്ചാത്തലം. എന്താണ്? പ്രതികാരമാണിത്. അതുകൊണ്ട് നല്ല ദർശനമല്ല. അപ്പോൾ പാഞ്ചാലൻ്റെ ഒരു ശ്യാമദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് സൂതപുത്രനെ ഞാൻ ഭരിക്കുകയില്ല എന്ന് പറഞ്ഞത്. ഭരിക്കില്ല അവൾ. അത്ര വേണമെങ്കിൽ അതിനെ നമുക്ക് ഒരു സംശുദ്ധമായ പ്രതികാരം എന്ന് പറയാം. എന്താണ്? മധുരമായ പ്രതികാരം. മധുരമായ പ്രതികാരം എന്നും പറയാം. അതാണ് സൂതപുത്രനെ ഭരിക്കില്ലെന്ന് പറഞ്ഞത്. അല്ല, കർണനെ ഭരിക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ പാപിയാണെന്ന് പ്രസിദ്ധി ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ മാത്രമാണ് ആ പ്രസിദ്ധി ഇല്ലാത്തത്. കർണനെ പാപാത്മാവ് എന്നാണെന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നത്. അത് സംബന്ധമായ ഒരു ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞല്ലേ, മറന്നുപോയതല്ലേ? പൊതുജനാഭിപ്രായം. പൗരാനിമാൻ ജാനപദാംശ്ച സർവാൻ, പൗരന്മാരും ജാനപദന്മാരും എന്ന് പറഞ്ഞിരുന്ന ഇവരെക്കുറിച്ച് ദിഗ്ധാർത്തരാഷ്ട്രം, ഈ ധൃതരാഷ്ട്രപുത്രനും പുത്രന്മാരും നിന്ദ്യന്മാരാണ്. സുനൃശംസബുദ്ധിം, മഹാപാപികളും ഹിംസാലുക്കളുമാണ്. നൃശംസ ഹിംസയാണ്. എന്നിട്ട് അതിനൊരു എന്നുള്ളൊരു വിശേഷം കൂടി ചേർത്ത് കൊടുത്ത്, അത് മറ്റേ വൃത്തം പൂർണ്ണമാക്കാനല്ല. സുനൃശംസബുദ്ധിം തിക് സൗബലം പാപമതിം ച കർണം. ഇത് വ്യാസൻ വർണ്ണിക്കുന്നതല്ല, വൈശമ്പായനൻ പറയുന്നതല്ല, ജനങ്ങൾ പറഞ്ഞ കാര്യം പറയാനെടുത്ത്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം അതാണ്, അതറിയാം.
പാഞ്ചാലിക്ക്. അതാത് സമയത്ത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാരന്മാർ മുഖേന. ജനങ്ങൾ എന്ത് സംസാരിക്കുന്നു, ആരെക്കുറിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുക. ആരെക്കുറിച്ച് സംസാരിക്കുന്നതും കിട്ടും. ജനങ്ങളുടെ അഭിപ്രായം മുഴുവൻ ശേഖരിക്കത്തക്ക വിധത്തിൽ സുദൃഢമായ ചാരശൃംഖലയാണ്. അപ്പോൾ അതിന് ഒരുങ്ങി നിൽക്കുകയാണ്, കലി കൊണ്ടതുപോലെ നിൽക്കുകയാണ് പാഞ്ചാലി അച്ഛന് വേണ്ടി. പ്രിയപ്പെട്ട പുത്രി, ഔരസപുത്രി അല്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ശ്യാമദർശനത്തിൽ ചവിട്ടി നിൽക്കുകയാണ് പാഞ്ചാലി. അപ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് ഈ വില്ലെടുത്ത് കുലയ്ക്കുമെന്നറിയാം. കർണൻ വില്ലെടുത്ത് കുലയ്ക്കും. അതിനു മുമ്പ് കൊടുത്തു, ഞാൻ മരിക്കുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ പറയാൻ പാടില്ല. പാഞ്ചാലി വില്ലെടുത്ത് കുലച്ചാൽ മരിച്ചോളണം. കാരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരെയും മരിക്കുമെന്ന്. ഇത് ചെയ്യുന്ന ആരെയും മരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെയും ധൃഷ്ടദ്യുമ്നനെയും അവിടെ കൂടിയിരിക്കുന്ന മറ്റ് രാജാക്കന്മാരുടെയും തലയിലേക്ക് ചെറുതായിട്ട് കാലെടുത്തൊന്ന് വെച്ച് നോക്കുകയാണ് പാഞ്ചാലി. അങ്ങനെ കാലെടുത്ത് വയ്ക്കുന്നവളാണ് പാഞ്ചാലി. അച്ഛനും ധൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന അഹങ്കാരിയായ സഹോദരനും വരെ നടുങ്ങി പോകത്തക്ക വിധത്തിലെ ആ കർണൻ്റെ തലയിലേക്കും അവിടെ ഇരുന്ന മറ്റുള്ളവരുടെ തലയിലേക്കും കാലെടുത്ത് പതുക്കൊന്ന് വെച്ച് നോക്കി, എങ്ങനെ ഇരിക്കുമെന്നറിയട്ടെ, എൻ്റെ പെണ്ണിൻ്റെ കാര്യം എങ്ങനെ ഇരിക്കുമെന്നറിയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു. ഒരിക്കലെന്ന് പറയാൻ പാടില്ല യഥാർത്ഥത്തിൽ. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദുര്യോധനാദികൾ മിണ്ടാതിരുന്നത്, പ്രതികരിക്കാത്തത്? തോറ്റ് അപഹാസ്യരായിരിക്കുകയാണ്. പ്രതികരിച്ചു അവരെ പിന്നീട് യുദ്ധം നടത്തിയല്ലോ. അപ്പോൾ ഈ തോറ്റുപോയതിൻ്റെ ഒരു ലജ്ജ എവിടെ ഒളിക്കണം എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വരും. ശരീരത്തിൻ്റെ അകത്തേക്ക് തന്നെ ഒളിക്കാനേ പറ്റുള്ളൂ. ചുറ്റിനും കണ്ടമാനം ആളുകൾ കൂടിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ, വലിയ ജനക്കൂട്ടം, പൗരന്മാർ, കലാപരിപാടികൾ കാണാൻ വന്നവർ, ഊണ് കഴിക്കാൻ വന്നവർ, ഇത് കാണാൻ വന്നവർ, ഒരു രാജ്യം മുഴുവനും അവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. ഒരു രാജ്യം മാത്രമല്ല, മറ്റ് നാനാ ദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ തേരുകളുടെ നിരയും മറ്റും പറഞ്ഞിരിക്കും കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വർണ്ണന നമുക്ക് ആധുനിക കാലത്ത് സാധ്യമല്ല. അതുപോലെ ഒരുക്കി ഇട്ടിരിക്കുകയാണ് സ്ഥലങ്ങളും മറ്റും. തേരുകൾ കൂട്ടിയിടാൻ, കുതിരകളെ കെട്ടാൻ, ആനകളെ കെട്ടാൻ രാജാക്കന്മാർ, ആനപ്പുറത്ത് വന്ന രാജാക്കന്മാരുണ്ട്. അപ്പോൾ ആനപ്പന്തി പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ധാരാളം ശിബിരങ്ങളിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏത് സമയത്തും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു മഹോത്സവമാണ്. 16 ദിവസമാണിത് നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് വിവാഹ മാമാങ്കത്തോടൊക്കെ ഉപമിക്കാൻ തോന്നുന്നു. ഇത്രയും വലിയ വ്യവസായ പ്രമുഖന്മാരുടെ ഒന്നും വിവാഹം പോലും ഇതിനോട് പറ്റില്ല. ട്രാഫിക് ബ്ലോക്ക് വരത്തക്ക വിധത്തിലുള്ള വ്യവസായ പ്രമുഖന്മാരുടെ പെൺമക്കളുടെയോ അല്ലെങ്കിൽ ആൺമക്കളുടെയോ വിവാഹം അതുപോലെയല്ല ഇത്. ഇവരുടെ എല്ലാവരുടെയും തലയിലേക്ക് പോവുകയാണ് ഈ സ്വയംവര നിയമത്തിൻ്റെ ലംഘിച്ചു എന്ന് തോന്നാത്ത വിധത്തിൽ വളരെ സൗമ്യവും എന്നാൽ വളരെ ക്രൂരമായും ലംഘിച്ചിട്ട് പാഞ്ചാലി പതുക്കെ എല്ലാവരുടെയും തലയിൽ പാഞ്ചാലിയുടെ ധിക്കാരത്തിൻ്റെ കാല് പതിഞ്ഞു. ആ ധിക്കാരം എല്ലായിടത്തും കാണിക്കും പാഞ്ചാലി. അന്ത്യം വരെ, ജീവിതാവസാനം വരെ, മഹാപ്രസ്ഥാനത്തിൽ കുഴഞ്ഞു വീഴുന്നതുവരെ ഈ ധിക്കാരം എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. സ്ത്രീകളിങ്ങനെയായിരുന്നാൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. രാജ്യത്തിലെ നാനാ രാജ്യങ്ങളിലെ രാജാക്കന്മാരും പ്രമുഖന്മാരായ ആളുകളും മന്ത്രിമാരും സേനാനായകന്മാരും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ എന്തായി സംഗതി, എല്ലാവർക്കും ഉണ്ടാതിരിക്കേണ്ടി വന്നു. എനിക്ക് വേണ്ടെന്നേ, നമുക്കെന്ത് കാര്യം എൻ്റെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ, എനിക്ക് അയാളെ വേണ്ട. സാധാരണ ഒരു സ്ത്രീ അത് പറയാൻ ധൈര്യപ്പെടില്ല. ഇത്രയും രാജാക്കന്മാർ പൊതുവേ ഒരു വിറവലും പേടിയും ഒക്കെ ഉണ്ടാകും.